ചെയ്യില്ല. അങ്ങനെ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ചേച്ചിനെയും ചേട്ടനെയും അപ്പുടുവനെയൊക്കെ ഒന്ന് കാണാനായിട്ട് ഞങ്ങൾ ദുബായിലേക്ക് പോയി. അങ്ങനെ 3 ദിവസം നമ്മൾ അവരുടെ കൂടെയൊക്കെ സ്റ്റേ ചെയ്ത് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് നോർത്ത് നാട്ടിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഡെസേർട്ട് സവാരിക്ക് പോവുകയാണ്. നമ്മൾ ഇടയ്ക്കൊക്കെ ദുബായിലേക്ക് ഇതുപോലെയൊക്കെ ചെല്ലുന്ന സമയത്ത് ദുബായിക്ക് ഭയങ്കര ഒരു ഭംഗി തോന്നും. പക്ഷെ എല്ലാ ദിവസവും ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ ദുബായ് പോലെ ഇത്രയും മോശം ഒരു സ്ഥലം വേറില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ദുബായ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾക്കും ദുബായ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നും നമ്മളിങ്ങനെ വർക്കിനൊക്കെ പോകുമ്പം ദുബായ് കുറച്ചും കൂടി സ്ട്രെസ്ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇങ്ങനെ ഇടയ്ക്ക് വെക്കേഷനൊക്കെ പോകാനായിട്ട് അടിപൊളിയാണ്. കാരണം നമ്മളിപ്പം വർക്കിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ വെക്കേഷൻ എൻജോയ് ചെയ്യുകയാണ്, നമുക്ക് ഇഷ്ടമുള്ളവരായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സമയമായിരിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ചിൽഡായിട്ട് നമ്മൾ പോവുകയാണ് ഡെസേർട്ട് സവാരിക്ക്. ഇപ്പോൾ 2019 ഇതുപോലെ നമ്മൾ പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോഴാണ് ഡെസേർട്ട് സവാരിക്ക് പോകുന്നത്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ് ദുബായിലെ ഡെസേർട്ട് സവാരി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിതുപോലെ ഒരു ക്യാമ്പിലേക്ക് ആയിരിക്കും കൊണ്ടുപോകാം. അതിനു മുമ്പ് ഇടയ്ക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തും. എന്തെങ്കിലും ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസിനും അത്യാവശ്യം നല്ല പൈസ അഡീഷണൽ ആയിട്ട് നമ്മൾ പേ ചെയ്യണം. പക്ഷേ എങ്കിലും രസമാണ് ഇതൊക്കെ എല്ലാവരുമായിട്ട് ചെയ്യുമ്പം. ഇതാ ഇവിടെ നിൽക്കുന്ന ഈ അറബിച്ചേട്ടൻ്റെ കയ്യിൽ പരുന്താണോ മൂങ്ങയാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് കറക്റ്റായിട്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഐറ്റത്തിൻ്റെ കയ്യിൽ വെക്കാനായിട്ട് പ്രത്യേകിച്ച് പൈസയൊന്നും നമ്മളങ്ങനെ ഒരു സ്പെസിഫിക് എമൗണ്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു പൈസ പുള്ളിക്ക് കൊടുത്താൽ മതി. അപ്പോൾ ആ പേരുള്ളവർ ഈ പരുന്തോ മൂങ്ങയോ അങ്ങനെ അതിനെ പരുന്താന്ന് തോന്നുന്നു കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ പേടിയായിരിക്കും. പക്ഷെ ഇതുപോലെ അപ്പുടുവിൻ്റെ പോലെയുള്ളവരൊക്കെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ധൈര്യത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട്, പേടിയൊന്നുമില്ല. ഞാൻ വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു രസത്തിന് പരുന്തിനെ ഒന്ന് കയ്യിൽ വെച്ച് നോക്കിയതാണ്. പക്ഷെ അത്ര സുഖമായിരുന്നില്ല, നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പുറത്ത് പേടിയൊന്നുമില്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് ചില്ലായിട്ടാണ് അപ്പുറത്ത് നിൽക്കുന്നത്. പരുന്ത് നോക്കിയാലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ചിരിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് കുറച്ച് ചിപ്സ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനത്തൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് കുറച്ച് പിക്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ക്യാമ്പിലേക്ക് പുള്ളി ഇപ്പം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു 20 minutes ഡ്യൂൺ ബാഷിംഗ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയുണ്ടാവും. ലാൻഡ് റോവറിലൊക്കെ അവരിങ്ങനെ നമ്മളെ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറക്കി തിരിച്ചു മറിച്ചു കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് ഡ്യൂൺ ബാഷിംഗ് ഭയങ്കര പേടിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര എക്സൈറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പം ചില പാക്കേജിനകത്ത് 45 minutes ആയിരിക്കും, പക്ഷേ 20 minutes എനഫാണ്. കാരണം 20 minutes ആകുമ്പോഴേക്കും നമ്മൾ നന്നായിട്ടങ്ങ് ടയേർഡാവും. പെട്ടെന്നിട്ടോ
ഇനി ഒന്നും നടക്കൂല. ശരിയാണ്, തന്നെ നല്ലത്. അതുപോലെ ചെയ്യാന്നത്. പിന്നെ ഞാൻ പറയും നീ ചിക്കൻ കഴിച്ചതോറും